ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഉണ്ണിക്കുട്ടന്റെ പെണ്ണ് കാണലല്ലോ, ഇതെന്താ തലേദിവസം പോകുന്നതിന് പുടവ കൊടുക്കൽ ചടങ്ങിന് പോകുകയാണ് ഗായ്സ്. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 5 മണിയാണ് അവർ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും, ഞാനാണ് ഇന്നത്തെ താരം, പെങ്ങളല്ലേ. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അഖിലുണ്ട് ഗായ്സ്, അച്ചാച്ചനുണ്ട്, ഡ്രൈവർ ഇന്ന് ആദ്യമായിട്ട് ബൈക്കിലാണ്, അമ്മാവനാണ് ഇന്നത് നമ്മുടെ മെയിൻ, അതുകൊണ്ട് അമ്മാവൻ ഫ്രണ്ടിലാണ്. ഉണ്ണിക്കുട്ടൻ തിരിഞ്ഞേട്ടാ നോക്കട്ടെ. കൊള്ളാം. അവൻ ആ ചേച്ചിയുടെ കളർ മാച്ചിലുള്ള ഷർട്ടാണ്, പക്ഷെ അവനത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ മാനതയിലിരിക്കുവാണ്. തിരിഞ്ഞേട്ടാ ഉണ്ണിക്കുട്ടാ. അതെ, ടെൻഷനുണ്ട്. ഇത് നമ്മുടെ മിത്രമടാണ് കൈസ്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അഖില നല്ല സുന്ദരിയായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഗൈസ്. ഇറങ്ങി കഴിയുമ്പോൾ കാണിക്കും. അപ്പം അഖിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫർ, അതുകൊണ്ട് മിക്കവാറും എല്ലാവരും കാണും. അത് നമുക്ക് മുല്ലപ്പൂ മേടിക്കണം, നമ്മളെല്ലാം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മൈക്ക് വേണ്ട. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവനും വരേണ്ടതാണ്, അവൻ വന്നില്ല. അവിടെ നിന്ന് വീട്ടിൻ്റെ താഴോട്ടൊരു ഇറക്കം ഉള്ളതുകൊണ്ട്, പിന്നെ ഞാൻ ഈ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ അവൻ ഭയങ്കര പോസ്റ്റായി പോവും, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫസ്റ്റേ പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ വരാഞ്ഞത്. ഇതുവരെ വീട്ടിലുണ്ടായിരുന്നു, കുറച്ച് മുന്നേ പോയത്. ഞാൻ കുളിക്കാനായിട്ട് പോകുന്ന സമയത്താണ് അവൻ പോയത്. ഓണമായതുകൊണ്ട് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ആണ് ഗൈസ്. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല, ഞാനൊക്കെ പറഞ്ഞത്. പിന്നെ അവിടെ ചെല്ലുമ്പോ പുടവ കൊടുക്കട്ടെ എന്ന് പറയണമെന്ന് ഞാൻ മറന്നു പോകും മിക്കവാറും. ക്രിസ്ത്യാനം പറഞ്ഞ് മണ്ടക്കോട്ട് നോക്കിയില്ലെങ്കിൽ കൊള്ളാം. ഭയങ്കര സംസാരമാണ്. അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഒരു സ്വൈര്യം കിട്ടിയിട്ടില്ല. ിന്റെ ചടങ്ങിനെ പറ്റി അഖില പറഞ്ഞു. അവളെ കല്യാണം കഴിഞ്ഞാണ് ഗായ്സ്, ചേട്ടൻ ദുബായിലാണ്. ബുക്കാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മള് വഴി മാറ്റി, ചെങ്ങന്നൂര് തന്നെ വഴി മാറ്റി എന്നിട്ട് നമ്മള് പോവാണ്. ഓണം അല്ലേ, ഓണം വരുന്നതുകൊണ്ട് ഭയങ്കര അടുത്തോട്ട് വരാനും പറ്റത്തില്ല. നാളെ കല്യാണത്തിന് നേരത്തെ ഇറങ്ങണമായിരിക്കും അല്ലയോ? കല്യാണത്തിന് നേരത്തെ ഇറങ്ങണം. ഞാൻ സുന്ദരി ആയിട്ടില്ല കൈസ്, എല്ലാരും പറയണം സുന്ദരി ആയിട്ടുണ്ടെന്ന്. കൊള്ളത്തില്ലെന്ന് ആരും പറയരുത്. ഈ വഴി പോയി കഴിഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. ഇതുവഴി പോവാ. നമ്മള് കൊറേ കറങ്ങി ഗൈസ്. ഭയങ്കര ബ്ലോക്ക്, ഒടുക്കത്തെ ബ്ലോക്ക്. നമുക്ക് അറിയാത്ത വഴി കൂടെ ഒക്കെ പോയി. അവിടെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഏതൊരു പുള്ളി അവിടെ കുറുകെ നിന്നിട്ട് ബാക്കിയുള്ള വണ്ടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അച്ഛനെ പോലെ ഏതോ ഒരു പുള്ളിയായിരുന്നു. അങ്ങനെ നമ്മള് വീടെടുക്കാറായി ഗൈസ്. അപ്പം ഉണ്ണിക്കൂടെ ടെൻഷൻ ഉണ്ടോടാ? പക്ഷെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്താറായി ഗായ്സ്. നമ്മൾ ഒത്തിരി ചുറ്റി, ഭയങ്കര ബ്ലോക്കാണ്, ഓണമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ എത്താറായി ഗായ്സ്. അപ്പം നമ്മൾ ഇപ്പം പുടവ കൊടുക്കൽ ചടങ്ങിന് പോവും. വന്നു ഗായ്സ്. ഇവിടെ എല്ലാരും ഉണ്ട്. ശാലിനി ചേച്ചി കുഴപ്പമില്ല, മാറുന്നില്ല. എന്നെ മാറാൻ പറഞ്ഞു. വേണ്ടേ? വേണ്ട, അത് മതി. അവന്റെ വെച്ചേരൊക്കെ നീ അവിടെ കുഴപ്പമൊന്നുമില്ല. എത്തി ഗായ്സ്, നമ്മളെത്തി. എനിക്ക് പേടിയാണ് ഗായ്സ്.
നന്നായിട്ട് ഒന്നുമില്ല. ഫോട്ടോ കൊടുക്കട്ടെ? ഫോട്ടോ കൊടുക്കട്ടെ? ഇവിടെ നോക്കി ഇച്ചിരി ഇങ്ങോട്ട് അവൻ ചിരിക്കാൻ മറന്നു പോയിട്ടിരിക്കുകയാണ്. ചരിയുന്നു, തിരിയുന്നു. ഇത് ആദർശത്തിലെ ചേട്ടൻ, ഇത് ദേവു, ഇതാ കൃഷ്ണ ചേച്ചി. ഇനി അവർ രണ്ടുപേരും കൂടെ ചിരിച്ച് അഭിനയിക്കുന്നു. ഗായ്സ്, നമ്മുടെ ശാലിനി ചേച്ചിയുടെ മേക്കപ്പാണ്. ചേച്ചിക്ക് സുന്ദരിയായിട്ടുണ്ട് ഗായ്സ്. എൻ്റെ ഇറക്ക സുന്ദരനായിട്ടുണ്ട് ഗായ്സ്. ചിരിക്കേ? നമുക്ക് ബിരിയാണിയാണ് ഗായ്സ് നമ്മൾ കഴിക്കാൻ വന്നു. ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ടാ. ഒരു ഹായ് പറയൂ. ബിരിയാണി കഴിക്കാൻ പോവാണോ? നാണമുണ്ടോ? അവിടെ എല്ലാവരും പട്ടിണി ഇരിക്കുന്നു. അച്ചാർ വന്നു, സലാഡ് വന്നു. കൊള്ളാം എമ്മി. സോറി ഗൈസ്, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നവർക്ക് എടുക്കാൻ മറന്നുപോയി. ചിക്കനും വന്നായിരുന്നു, പപ്പടവും വന്നായിരുന്നു. ഹലോ ഗൈസ്, മിണ്ടാതിരിയടി. ഹലോ ഗൈസ്, നമ്മളപ്പം ഉണ്ണിക്കുട്ടൻ്റെ കല്യാണമാണ്. ധൃതി കൊണ്ട് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനെടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അലമ്പായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കല്യാണത്തിന് പോയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് വരാം ഗൈസ്. ഇത് ഉണ്ണിക്കുട്ടനൊക്കെ വേറെ വണ്ടിയിലാണ്, ഞങ്ങൾ വേറെ വണ്ടിയിലാണ്. ഇതിനകത്ത് യദുകൃഷ്ണയുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനീഷേട്ടൻ്റെ ചേട്ടനുണ്ട്. കൈപ്പൊക്കെ കാണിക്കൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ണിക്കുട്ടൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉണ്ണിക്കുട്ടന്റെ കല്യാണത്തിലോട്ട്. ഓക്കെ പറ, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്?